Hi all, my name is Amal. Welcome to the next session of PYQ Masterclass. So, modern ഇന്ത്യയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: മഹാത്മാ ജ്യോതിബ ഫൂലെസ് റൈറ്റിംഗ് ആൻഡ് എഫേർട്സ് ഓഫ് സോഷ്യൽ റിഫോംസ് ടച്ച്ഡ് ഇഷ്യൂസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ സബാൾട്ടൺ ക്ലാസ്സസ്. ഡിസ്കസ്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വന്നിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സോഷ്യൽ റിഫോം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇതിലേതിൽ വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ആട്രിബ്യൂട്ട് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോഷ്യൽ റിഫോമിലും വരും, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിലബസിൻ്റെ പാർട്ടിലും ഇത് വരും. സോ ആ രീതിയിൽ ഈ ക്വസ്റ്റിനെ നോക്കി കാണാം. പിന്നെ മഹാത്മാ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആസ്പെക്ട്സ് നമുക്ക് പറയാം. 15 മാർക്കാണ്. സോ 3 പേജിൽ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. സോ ആ 3 പേജ് എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ പാർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മഹാത്മാ ജ്യോതിബ ഫൂലെസ് റൈറ്റിംഗ്സ് ആൻഡ് എഫേർട്സ് ഓഫ് സോഷ്യൽ റിഫോംസ് ടച്ച്ഡ് ഇഷ്യൂസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ സബാൾട്ടൺ ക്ലാസ്സസ്, അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യന് ഇതിന് ഒരു സ്പെസിഫിക് പാർട്ട് ഉണ്ട്. ഇപ്പോൾ റൈറ്റിംഗ്സ് ആൻഡ് എഫേർട്സ് ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അത് നമ്മൾക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലുള്ള കാര്യങ്ങൾ ബ്രിങ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ജ്യോതിബ ഫുലെയുടെ മേജറായിട്ടുള്ള റൈറ്റിങ്സ് എന്തൊക്കെയാണ്, അദ്ദേഹം ഏതൊക്കെ റൈറ്റിങ്സ് ആണ് ഉണ്ടാക്കി, പിന്നീട് അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള എഫേർട്ട് എന്തൊക്കെയാണ്. ഇപ്പോൾ എഫേർട്സ് മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ വീഡിയോ റീമാരേജ് ആണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും. പക്ഷേ റൈറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗമാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്തൊരു ഡിമാൻഡ് എന്ന് പറയും ഇഷ്യൂസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ സബാൾട്ടൺ ക്ലാസ്സസിനെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഇഷ്യൂസ് ഓഫ് സബാൾട്ടൺ ക്ലാസ്സസ് അത് നമ്മുടെ ഒരു ജനറലിസ്റ്റിക് കണ്ടൻ്റാണ്. ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്യൂസ് സബാൾട്ടൺ ക്ലാസ്സസിൻ്റെ, അങ്ങനെ നമ്മൾ ഒരു മെറ്റീരിയലും അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലും നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ടാവില്ല. സോ അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അവയർനെസ് വെച്ചിട്ട് ഉപയോഗിക്കേണ്ട ഒരു കണ്ടൻ്റാണ്. സോ ആ രീതിയിൽ നമുക്ക് എങ്ങനെ സബാൾട്ടൺ ക്ലാസ്സസിൻ്റെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം സബാൾട്ടൺ ക്ലാസ്സസ് എന്താണെന്ന് അറിയണം. സബാൾട്ടൺ എന്ന് പറയുമ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. സോ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടാവും? എന്തൊക്കെയാണ് മാർജിനലൈസേഷൻ? ഫോർ എക്സാമ്പിൾ കാസ്റ്റിൽ മാർജിനലൈസേഷൻ ഉണ്ടാവും, എഡ്യൂക്കേഷനിൽ മാർജിനലൈസേഷൻ ഉണ്ടാവും, റിലീജിയനിൽ മാർജിനലൈസേഷൻ ഉണ്ടാവും, ലാംഗ്വേജിൽ മാർജിനലൈസേഷൻ ഉണ്ടാവും, ജെൻഡറിൽ ഉണ്ടാവും. സോ അങ്ങനെ പല സ്ഥലത്തും മാർജിനലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാർജിനലൈസേഷൻ എവിടെയൊക്കെ ഹാപ്പൻ ആണ്. സോ സബാൾട്ടൺ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെയൊക്കെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കാസ്റ്റിലാണെങ്കിൽ ലോവർ കാസ്റ്റിൻ്റെ ഇഷ്യൂസ്, ശൂദ്രാസിൻ്റെ ഒക്കെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. എഡ്യൂക്കേഷനിലാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ കുറവായിട്ട് എഡ്യൂക്കേഷനുള്ള ലോവർ കാസ്റ്റിനാണ്. സോ ആ രീതിയിൽ റിലീജിയസ് ആണെങ്കിൽ ഇപ്പോൾ അൺടച്ചബിലിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഉണ്ട്. സോ അൺടച്ചബിൾസിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ലാംഗ്വേജിൽ ഇതിലെല്ലാ ഡയമെൻഷൻസിലും നമുക്ക് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ജെൻഡറിലാണെങ്കിൽ വുമൻസിൻ്റെ ഇഷ്യൂസ് ധാരാളം പോർട്രേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലാണെങ്കിലും എഫേർട്സിലാണെങ്കിലും ഓർഗനൈസേഷൻസിലാണെങ്കിലൊക്കെ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് അതിനെ ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈൻഡ് 3 രീതിയിൽ വർക്ക് ചെയ്യണം. ഒന്ന് റൈറ്റിങ്സ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ റൈറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു തോട്ട് ലൈനിൽ നമ്മുടെ ഒരു മൈൻഡ് വർക്ക് ചെയ്യണം. പിന്നീട് എഫേർട്സ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള എഫേർട്ട്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിഫോമിന് വേണ്ടിയിട്ട്, സോഷ്യൽ റിഫോമിന് വേണ്ടിയിട്ട്, ആ കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തോടെ നടന്നുകൊണ്ടിരിക്കണം. പിന്നീട് സബാൾട്ടൺ ക്ലാസ്സസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യണം. അത് നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ഡിമാൻഡിനെ നമ്മൾ ഈ ഒരു കണ്ടൻറ്റിനെ ക്വസ്റ്റിൻ്റെ ഡിമാൻഡുമായിട്ടൊന്ന് ടീക്ക് ചെയ്തിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ്. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേജറായിട്ടുള്ള റൈറ്റിങ്സ് ഇതൊക്കെയാണ്. തൃതീയ രത്നയുണ്ട്, ബ്രാഹ്മണഞ്ചേ കസബ് ഉണ്ട്, ഗുലാംഗിരി ഉണ്ട്. സോ ഗുലാംഗിരിയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വർക്ക്സ് ആണ്. സോ ഇതെങ്ങനെ അപ്പോഴത്തെ അദ്ദേഹം സബാൾട്ടൺ ക്ലാസ്സസിൻ്റെ ഇഷ്യൂ ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള എഫേർട്ട് എന്ന് പറയുമ്പോൾ ഗേൾസ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഫോർ ഒപ്രസ്ഡ് ക്ലാസ്സസ്, സത്യശോധക് സമാജ് സ്ഥാപിച്ചിട്ടുണ്ട്, ഓർഗനൈസേഷൻസ്. പിന്നെ ആൻറ്റി അൺടച്ചബിലിറ്റി ഇനീഷ്യേറ്റീവ്സ്, ഓപ്പണിംഗ് വാട്ടർ റിസോഴ്സസ് ടു ഒപ്രസ്ഡ് ക്ലാസ്സസ്, വിഡോ സപ്പോർട്ട്, ആൻറ്റി ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പിന്നീട് ആൾട്ടർനേറ്റീവ് മാരേജ് സെറമണീസ്, പെസൻ്റ് അഡ്വക്കസി,
ചാലഞ്ച് പ്രീസ്ലി മൊണോപ്പൊളി. സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എഫേർട്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതുപോലുള്ള എഫേർട്സ് നമ്മൾ ഡിമാൻഡ് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ക്വസ്റ്റിനെ ഇങ്ങനെ പാർട്ട് ചെയ്യാം. ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, ഒന്നാമത്തെ പാർട്ടിൽ റൈറ്റിങ്സ് എങ്ങനെ സബാൾട്ടൺ ക്ലാസ്സിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ സബാൾട്ടൺ ക്ലാസ്സിൻ്റെ ഓരോ ഇഷ്യൂ ആയിട്ട് എടുക്കാം. ഇപ്പോൾ കാസ്റ്റ് ഹയറാർക്കി ഫോർ എക്സാമ്പിൾ അടുത്ത ഒരു ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ കാസ്റ്റിനാണെങ്കിൽ കാസ്റ്റാണ് നമ്മൾ അതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ആൻറ്റി കാസ്റ്റ് മൊബിലൈസേഷൻ. ഇപ്പോൾ റൈറ്റിങ്സിലാണ് നമ്മൾ എഴുതുന്നെങ്കിൽ ആൻറ്റി കാസ്റ്റ് ഹി റോട്ട് കോൺസ്റ്റൻ്റ്ലി അഗെയിൻസ്റ്റ് ആൻറ്റി കാസ്റ്റ് മൊബിലൈസേഷൻ അതിന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹൈറാർക്കിക്കൽ കാസ്റ്റ് സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ. ഫോർ എക്സാമ്പിൾ ഗുലാംഗിരി, താഴെ എക്സാമ്പിളായിട്ട് ഗുലാംഗിരി ഉണ്ട്. സോ അതിന് സബ്സ്റ്റാൻഷ്യേറ്റ് ആയി ഒരു പോയിൻ്റായി. പിന്നീട് അഗ്രേറിയൻ റവന്യൂ അഗ്രേറിയൻ ക്രിട്ടിക്സ്, ധാരാളം അഗ്രേറിയൻ ക്രിട്ടിക്സ് എഴുതിയിട്ടുണ്ട്. സോ ആ രീതിയിൽ റവന്യൂ ഡെപ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻസിനെതിരെ അദ്ദേഹം റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഷേഡ്കാജാരി അസൂദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതി കൊടുക്കാം. സോ അതിന് എക്സാമ്പിൾ വെച്ച് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാം. പിന്നീട് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ എഫേർട്സ് ആണ്. എഫേർട്സിനെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എന്തുമായിട്ട്? സബാൾട്ടൺ ക്ലാസിൻ്റെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ എഫേർട്സ് എഡ്യൂക്കേഷനിൽ നോളജ് മൊണോപ്പൊളി അതിനെതിരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലോവർ കാസ്റ്റിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഹി ഓപ്പൺഡ് സ്കൂൾസ് ഫോർ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് സ്കൂൾസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു എന്നതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാം. അവിടെ സബ്സ്റ്റാൻഷ്യേറ്റ് ആയി. പിന്നെ ജെൻഡർ, പാട്രിയാർക്കി, ഇല്ലിറ്ററസി അതിനൊക്കെതിരെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഗേൾസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ബീഡേ വാടയുടെ സ്കൂളിനെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വിഡോഹുഡ്, ഷെൽട്ടർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭാരതീയ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ കൂടെ ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റും, സാവിത്രിബാ ഫുലെ. സോ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റിനുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യുന്നത്. 2 പാർട്ടാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റൈറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് റൈറ്റിങ്സ് എങ്ങനെ സബാൾട്ടൺ ക്ലാഷസിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 8 പോയിൻറ്റ്സോളം എഴുതാൻ പറ്റും. 7 മുതൽ 8 പോയിൻറ്റ്സ് വരെ എഴുതാൻ പറ്റും. പിന്നീട് അടുത്തത് അദ്ദേഹത്തിൻ്റെ എഫേർട്സ് എങ്ങനെ സബാൾട്ടൺ ക്ലാസസിൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ അവരെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ എഴുതാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോയിൻറ്റ്സ് ജനറേറ്റ്. ഇപ്പോൾ ഗുലാംഗിരി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 2 രീതിയിലും പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് ഹെഡിൽ സബാൾട്ടൺ ക്ലാസിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട്, ഇപ്പോൾ കാസ്റ്റ് ഹയറാർക്കി ഇഷ്യൂ പറഞ്ഞിട്ട് അതിനെതിരെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ റൈറ്റിങ്സ് ആണല്ലോ ചോദിക്കുന്നത്, ഗുലാംഗിരി എന്ന് പറയുന്ന റൈറ്റിംഗ് ചോദിച്ചിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ഗുലാംഗിരി എന്തൊക്കെയാണ്, കാസ്റ്റ് ഒപ്രഷൻ ആസ് സോഷ്യൽ സ്ലേവറി, 2 രീതിയിൽ എഴുതാൻ പറ്റും. സോ സോഷ്യൽ സ്ലേവറി, കാസ്റ്റ് ഒപ്രഷൻ ആസ് സോഷ്യൽ സ്ലേവറി, അതിന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു റൈറ്റിങ്സിൽ. പിന്നെ ഈ ഒരു റൈറ്റിങ്സിൻ്റെ കാര്യമാണെങ്കിൽ അഗ്രേറിയൻ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പെസന്റ് ഡിസ്ട്രസ്. സോ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സബാൾട്ടൺ ക്ലാസസിൻ്റെ ഇഷ്യൂ. സോ ഈ 2 രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് കൃതി എഴുതിയിട്ട് അതെങ്ങനെ സബാൾട്ടൺ ക്ലാസസിൻ്റെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു എന്ന് എഴുതാം. അല്ലെങ്കിൽ സബാൾട്ടൺ ക്ലാസസിൻ്റെ ഒരു ഇഷ്യൂ എഴുതിയിട്ട് ഈ കൃതി എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്തു എന്നുള്ള കാര്യം എഴുതാം. ഓക്കെ, 2 രീതിയിലും എഴുതാൻ പറ്റും. പിന്നീട് എഫേർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഗേൾസ് സ്കൂൾസ് പ്രൊമോട്ട് ചെയ്തു, അറ്റാക്കഡ് ജെൻഡേർഡ് നോളജ് എക്സ്ക്ലൂഷൻ, ആ രീതിയിൽ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. സോ ഈ രീതിയിലും നമുക്ക് എഫേർട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയും ആൻസർ ചെയ്താൻ പറ്റും. പിന്നെ അവസാനം ഒരു ക്രിട്ടിക്കൽ ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റും. ക്രിട്ടിക്കൽ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജ്യോതിബ ഫൂലെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റിവേർഡ് ആയിട്ടുള്ള ഒരാളാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ കോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഭാഗത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉള്ളത്, മറ്റു പല മേഖലയിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ക്രിട്ടിക്കൽ ഡയമെൻഷൻ കൊടുക്കാൻ പറ്റും. അല്ലാതെ അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ട് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി സേഫ് ഇതാണ്. സോ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഫൂലേസ് ഓൺലി എ സോഷ്യൽ റിഫോമറും ആയി മാത്രം അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യാതെ മറ്റ് റീജിയൻസിൽ മറ്റ് കാര്യങ്ങളിലും കൂടെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ക്രിട്ടിക്കൽ ഡയമെൻഷൻസിൽ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ ഡയമെൻഷൻസ് കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. ഇൻട്രഡക്ഷൻ, കൺക്ലൂഷൻ, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇൻട്രഡക്ഷനാണ്. ഇത്രയും വലിയ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും നമുക്ക് എഴുതാൻ പറ്റില്ല. സോ ഇതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ ജ്യോതിബ ഫൂലെയുടെ
ടൈം പീരീഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൺക്ലൂഷനിലാണെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ശൂദ്രാസ് ആൻഡ് ആൻറ്റി ശൂദ്രാസ് വിത്ത് സബോർഡിനേഷൻ ഓഫ് വുമൺ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസൻസ്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റും. സോ ഈ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൺക്ലൂഡ് ചെയ്യാനും പറ്റും. സോ ഇങ്ങനെ ഈ ക്വസ്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. ഓക്കെ, താങ്ക് യു.